ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസി നിയമനത്തിൽ സുപ്രീം കോടതി ഇടപെടൽ. സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാമെന്ന് സുപ്രീം കോടതി. 4 പേരുകൾ വീതം നൽകാൻ സർക്കാരിനും ഗവർണർക്കും നിർദ്ദേശം. എതിർപ്പില്ലെന്ന് അറിയിച്ച് സംസ്ഥാന സർക്കാർ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ നിർമ്മാതാവ് സാന്ദ്ര തോമസിന് തിരിച്ചടി. പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിന് എതിരായ ഹർജി കോടതി തള്ളി. ഉത്തരവ് എറണാകുളം സബ് കോടതിയുടേത്. കോടതി തീരുമാനത്തെ ബഹുമാനിക്കുന്നുവെന്ന് സാന്ദ്ര തോമസ്. ഫിലിം ചേംബറിൽ മത്സരിക്കുമെന്നും സാന്ദ്ര. വോട്ട് ക്രമക്കേട് വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ. റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണവുമായി BJP പ്രവർത്തകർ. ചോദ്യങ്ങളോട് മൗനം തുടർന്ന് സുരേഷ് ഗോപി. മാധ്യമങ്ങൾക്ക് നന്ദിയെന്ന പരിഹാസം. തൃശൂരിലെ വോട്ട് ക്രമക്കേട് ആരോപണം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള നാടകമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ക്രമക്കേട് തെളിയിക്കാൻ വെല്ലുവിളിച്ച കെ സുരേന്ദ്രൻ. തൃശൂരിൽ BJPയുടെ കമ്മീഷണർ ഓഫീസ് മാർച്ചിൽ സംഘർഷം. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ കേന്ദ്രത്തിന് ഹൈക്കോടതിയുടെ അന്ത്യശാസനം. സെപ്റ്റംബർ 10 തീരുമാനം അറിയിക്കണമെന്ന നിർദ്ദേശം. അവസാന അവസരമെന്നും കോടതി. തീരുവ തർക്കങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക്. അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കും. 26 നടക്കുന്ന UN പൊതുസഭയിൽ സംസാരിക്കും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. അധിക തീരുവയും സ്വതന്ത്ര വ്യാപാര കരാറും ചർച്ചയാവും. സന്ദർശനത്തോടെ പ്രതിസന്ധികൾക്ക് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിൽ വിദേശകാര്യ മന്ത്രാലയം. കോതമംഗലത്തെ TTC വിദ്യാർത്ഥിയുടെ മരണത്തിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. ആൺസുഹൃത്ത് റമീസിന്റെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്തേക്കും. കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. നിരീക്ഷണത്തിലുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും.